Dear students, good morning. ഗ്രാഫിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ടാണ് നാം ഇന്ന് പോകുന്നത്. പല ടൈപ്സിലുള്ള ഗ്രാഫുകളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ആണ് ഇനിയുള്ള ക്ലാസ്സുകളെല്ലാം ഉണ്ടായിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പ്ലാനാർ ഗ്രാഫിനെ കുറിച്ചിട്ടും സബ് ഗ്രാഫിനെ കുറിച്ചിട്ടും യൂണിയൻ ഓഫ് ഗ്രാഫ്സിനെ കുറിച്ചിട്ടുമാണ്. എന്താണ് സബ് ഗ്രാഫ്, എന്താണ് യൂണിയൻ ഓഫ് ഗ്രാഫ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് സബ് ഗ്രാഫ് എന്ന് പറയാം. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്കാണ് സബ് ഗ്രാഫ്, അത് സബ്സെറ്റ്, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് പരിചയമുള്ളത്. അതുപോലെ തന്നെയാണ് ഇത് ഗ്രാഫിൻ്റെ കേസിലാണെന്ന് മാത്രമേ ഉള്ളൂ സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ഗ്രാഫ്. എച്ച് ഈസ് എ സബ്. നമുക്കറിയാം എപ്പോഴും ജി ആണ് ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ സബ് ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എച്ച്. അപ്പോൾ ഈ ഗ്രാഫ് എച്ച് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. ജി എന്നുള്ളൊരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ് എച്ച് എങ്കിൽ എന്നാണ് പറഞ്ഞത്. അതായത് ജി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാഫ്. ജി ആണ്, ക്യാപിറ്റൽ ജി ആണ് ഡിനോട്ട് ചെയ്യാറ്. അതൊരു ഗ്രാഫാണെങ്കിൽ അതിൻ്റെ സബ് ഗ്രാഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എച്ച് എന്നാണ്. അങ്ങനെ ആണെങ്കിൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്. വി ഓഫ് എച്ച് കണ്ടെയ്ൻ വി ഓഫ് ജി. അതായത് വി എന്ന് പറയുന്നത് വെർട്ടെക്സിനെ കാട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയേണ്ടത് ഗ്രാഫിൻ്റെ വെർട്ടെക്സിൽ ഉൾക്കൊള്ളുന്ന വെർട്ടെക്സ് ആയിരിക്കും സബ് ഗ്രാഫിലെ വെർട്ടെക്സും. അതായത് സബ് ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും മെയിൻ ഗ്രാഫിലുണ്ടായിരിക്കും. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിലുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ, അല്ല പുറത്തുനിന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അതേ ഈക്വലായിരിക്കാം, ഒരേപോലെ ഉണ്ടായിരിക്കാം. അത്രയും വെർട്ടെക്സ് മുഴുവനായിട്ട് ഉണ്ടായിരിക്കും. 5 വെർട്ടെക്സുകളുണ്ട് ഗ്രാഫിലെങ്കിൽ 5 വെർട്ടെക്സ് സബ് ഗ്രാഫിലുണ്ടാവാം. അല്ലെങ്കിൽ എന്താ കുറയാം, ഒന്നുകിൽ ഈക്വലായിരിക്കാം അല്ലെങ്കിൽ കുറയാം. അതാണ് ഈ ഒരു സിമ്പിളിൻ്റെ അർത്ഥം തന്നെ. ഈക്വലായിരിക്കാം അല്ലെങ്കിൽ എന്താണ് കണ്ടെയ്ൻ ചെയ്തിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് സബ്സെറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈക്വലായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം അതിനേക്കാളും കുറവായിരിക്കാം. അപ്പോൾ സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ജി എന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫാണ് എച്ച് എങ്കിൽ ആണെങ്കിൽ ഗ്രാഫിലെ വെർട്ടെക്സുകൾ സബ് ഗ്രാഫിലെ വെർട്ടെക്സ് എന്താണ് സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫിൻ്റെ എഡ്ജസ് സബ് ഗ്രാഫിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെയാണ് പറയേണ്ടത്. ഇഫ് വി ഓഫ് എച്ച് സബ്സെറ്റ് വി ഓഫ് ജി ആൻഡ് ഇ ഓഫ് എച്ച് കണ്ടെയ്ൻ ഇ ഓഫ് ജി. ഇ ഓഫ് എച്ച്, അതായത് ഈ ഒരു വാക്കാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. എഡ്ജസുകളും വെർട്ടെക്സുകളും സബ്സെറ്റുകളാണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞത് സബ് ഗ്രാഫാണ് എന്ന് നമുക്ക് പറയാം. And the assignments of points to adjust in H in the same as in G. If V of H equal to V of G, then H is said to be span in subgraph of G. അതിൽ V of Hഉം V of Gയും, അതായത് എച്ചിലെ വെർട്ടെക്സും ഗ്രാഫിലെ വെർട്ടെക്സും സബ് ഗ്രാഫിലെ വെർട്ടെക്സും ഈക്വൽ ആണെങ്കിൽ അത്തരം ഗ്രാഫിനെ പറയുന്ന പേരാണ് സ്പാനിങ് സബ് ഗ്രാഫ് ഓഫ് ജി. അപ്പോൾ സബ് ഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയാനുള്ള വ്യത്യാസം മനസ്സിലാക്കാം. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ വെർട്ടെക്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇത് നിങ്ങൾ ബുക്കിൽ വരയ്ക്കണം. നോട്ടിൽ വരയ്ക്കുക കേട്ടോ. U1
വൃത്തിയിൽ വരയ്ക്കുക കേട്ടോ. അത് മാതിരി ആവരുത്, കാരണം സ്ക്രീനിൽ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നമാണത്. A B C D E F. B C D E F G H I J. ഇതാണ് ഗ്രാഫ്. ഇതിൻ്റെ ഒരു സബ് ഗ്രാഫാണ്, ഒരു സബ് ഗ്രാഫ്, ഒരു സ്പാനിങ് ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. U1 U2 U3 U4 U5. ഇത് സബ് ഗ്രാഫാന്ന് പറയാം. ചിത്രത്തിലൊരു ഭാഗം അങ്ങോട്ട് അതുപോലെ എടുത്താണ്. അതുപോലെ ഇത്ര എടുക്കാം, ഏതെടുക്കുക. പക്ഷെ എന്താണ്, ഇതിൻ്റെ ഈ ഒരു ആദ്യം വരച്ചൊരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആയാൽ മതി. ഇപ്പോൾ നമുക്കിതിൽ U6 എന്നുള്ള ഒരു വെർട്ടെക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സ്പാനിഷ് സബ് ഗ്രാഫ് എന്ന് പറയാൻ കഴിയില്ല. കാരണം എല്ലാ വെർട്ടെക്സും ഉണ്ടാവണം, എന്നാൽ മാത്രമേ സ്പാനിഷ് സബ് വെർട്ടെക്സ് എന്ന് പറയാനുള്ളൂ. അതേസമയം ബാക്കി നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഗ്രാഫിലുള്ള വെർട്ടെക്സുകൾ തന്നെയാണ്, എല്ലാം മുഴുവനായിട്ടില്ലെങ്കിൽ പോലും ഇതിലുള്ളത് തന്നെയാണ് ഈ ഒരു ഗ്രാഫിലുള്ളതും. അതുപോലെ എഡ്ജുകളും അങ്ങനെ തന്നെയാണുള്ളത്. എഡ്ജ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, അതുകൂടി മാർക്ക് ചെയ്യുമ്പോൾ അതിൽ അത് ഇതാവണം വിചാരിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള വെർട്ടെക്സുകളും ഇതിലുള്ള എഡ്ജസുകളും തന്നെയാണ് ഇതിലുള്ള, അതുകൊണ്ടാണ് ഇതിനെ സബ് ഗ്രാഫ് എന്ന് പറയാം. A സബ് ഗ്രാഫ് ഓഫ് G എന്ന് പറയാം. ഇനി നമുക്ക് ഇത് വരയ്ക്കാം. അതായത് ഇതിന് സ്പാനിങ് ഗ്രാഫ് വരുന്നത്. സ്പാനിങ് അപ്പോൾ ആദ്യത്തെ ഫിഗർ നിങ്ങളുടെ കയ്യിൽ വേണം. U1 U2 U3 U4 U5 U6. ഇപ്പോൾ ഇതിൽ നോക്കൂ, ഫസ്റ്റിൽ നമ്മൾ തന്ന ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളും ഈ ഒരു ഗ്രാഫിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയാം. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് യൂണിയനാണ്. എന്താണ് യൂണിയൻ എന്ന് പറയുന്നത്? ലെറ്റ് G1 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റത്തെ ഗ്രാഫിലെ വെർട്ടെക്സുകളെ V1 എന്നും എഡ്ജുകളെ E1 എന്നും ഡിനോട്ട് ചെയ്യാം. സെക്കൻഡ് ഗ്രാഫിനെ G2 എന്നും അതിലെ വെർട്ടെക്സിനെ V2 എന്നും എഡ്ജിനെ E2 എന്നും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1 യൂണിയൻ G2, അതായത് G1 ഗ്രാഫ് G1 യൂണിയൻ G2 എന്ന് പറയുന്നത് എഡ്ജുകളുടെ യൂണിയനും വെർട്ടെക്സുകളുടെ യൂണിയനാണ്. വെർട്ടെക്സുകളെ കൂട്ടി എഴുതുക, എഡ്ജുകളെ കൂട്ടി എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് G1 ഈക്വൽ ടു V1 E1, G2 equal to V2 E2, then the union of G1 and G2 denoted by G1 union G2 is a graph which consists of vertex set as V1 union V2 and the edge set as E1 union E2. സംഭവം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഗ്രാഫിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഗ്രാഫിലെയും വെർട്ടസുകളുടെ തമ്മിലുള്ള യൂണിയനും എഡ്ജസുകളുടെ തമ്മിലുള്ള യൂണിയനും ആയിരിക്കും. വേണമെങ്കിൽ ഒരു ഫിഗർ വരച്ച് കാണിച്ചു തരാം. ഗ്രാഫ് G1 വെർട്ടക്സുകളെ V1 V2 V3 V4, എഡ്ജ് A
ബി സി ഡി. മറ്റൊരു ഗ്രാഫ് G2. V1 V2 V3 V4. A D E. നോക്കൂ, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന വെക്ടേഴ്സ് കാണിച്ചു. ഇപ്പോൾ V1 to V2ലേക്ക് A ആണ്. ഇവിടെ നോക്കൂ, V1 to V2ലേക്ക് A ആണ്. ഇവിടെ V1 to V2ലേക്ക് A ആണ്. അത് കോമൺ ആയിട്ട് എഴുതാം. നമ്മൾ യൂണിയൻ എഴുതുമ്പോൾ V1 V2 എന്നെഴുതി A അടിച്ച് എഴുതി. പിന്നെ D, ഇത് D ആണ്. V2 V3ലേക്ക്, ഇവിടെ V2 V3ലേക്ക് D ആണ്. V2 to V3 ഇത്രയും കഴിഞ്ഞു. ഇനി V4 നമ്മുടെ ഫസ്റ്റ് ഫിഗറിൽ V4 വരുന്നത് V3 അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ V2 V4ലേക്ക് E ഉണ്ട്. V2 V4 നമുക്ക് പഴയ ഫിഗറിലില്ല. അപ്പോൾ ഇത് ഇവിടെ അതുപോലെ എഴുതുക. V2 V4 E എഴുതി. പിന്നെ അതുപോലെ V3 V4 ഈ ഫിഗർ ഫസ്റ്റ് ഫിഗറിലുണ്ട്, പക്ഷെ അവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ വരയ്ക്കുക. V4ലേക്ക് C അത് വരച്ചു. ഇനി V1 V4 ഒരു ഫിഗറില്ല, മറ്റേ ഫിഗറിലുണ്ട്. രണ്ടും കൂടി കൂട്ടി വരയ്ക്കലാണല്ലോ, ഒന്നിലില്ലെങ്കിൽ പോലും. അപ്പോൾ അത് വരച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ യൂണിയൻ വരിക. അതിപ്പോൾ ഈ ഒരു വര എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. പക്ഷേ എന്താ ആ ഒരു ഇത് കാണണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളെയും കൂട്ടിയിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. വരച്ചിട്ട് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.